വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. അത് 1 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കിസ്മിസ് ഉണ്ട്, പ്ലം, ടൂട്ടി ഫ്രൂട്ടി, അങ്ങനെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. എല്ലാം കൂടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലൊരു 1/2 കപ്പ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കാരമലൈസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം കുറേശ്ശെ ആയിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഒറ്റയടിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അത് മേലേക്ക് തെറിക്കും. ഇനി വെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന ഈ ഒരു സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ തോലാണ്. അത് 1 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഉള്ളത്തെ വൈറ്റ് പോർഷൻ മാറ്റിയിട്ട് തോലൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സിറപ്പ് ഒരല്പം ഒന്ന് കുറുകി വരണം. അപ്പോഴാണ് ഈ ഒരു ഫ്ലേവർ മുഴുവനായിട്ടും സിറപ്പിലേക്ക് ഇറങ്ങി കിട്ടുള്ളൂ. ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഈ ഒരു സമയത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു 2 ഏലക്ക, അതുപോലെ തന്നെ ഒരു 4-5 ഗ്രാമ്പും കൂടി ഇട്ട് നല്ല രീതിക്ക് ഇതൊന്ന് പൊടിച്ചെടുത്ത് വരാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ കട്ടിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ആ തൈരിനെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീമി ടെക്സ്ചറാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പഞ്ചസാരയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ മുട്ട ചേർക്കാതെ ഉണ്ടാക്കുന്ന കേക്ക് ആയതുകൊണ്ടാണ് തൈര് എടുത്തിരിക്കുന്നത്. മുട്ട ഉപയോഗിക്കുന്നവരാണെങ്കിൽ 2 മുട്ട നന്നായി അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ റിഫൈൻഡ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് ഇതുപോലെ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വിസ്ക് തന്നെ ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർക്കുന്നുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഒരല്പം മൈദയിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായി ചൂടാറിയിരിക്കുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു മിക്സ് സിറപ്പോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് നല്ല രീതിക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ അത്യാവശ്യം ഇതുപോലെ തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് ബേക്കിംഗ് പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുള്ള ഒരു ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എയർ ഹോൾസ് കളയാനായിട്ട് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് നട്ട്സും കുറച്ച് ചെറിയും അതുപോലെ പ്ലംസൊക്കെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റാക്കി വെച്ചിട്ടുള്ള ഓവൻ സെറ്റപ്പാണിത്. അതിലേക്ക് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 45 തൊട്ടിട്ട് ഒരു 50 മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഈ ടിന്നൊന്ന് മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ നൈഫ് വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലം കേക്കാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്രിസ്മസിന് ഇതുപോലൊന്ന് പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും.